ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഇതുപോലെ വ്യത്യസ്തമായ രീതിയിലൊരു ഇഡ്ഡലിപ്പൊടി തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇഡ്ഡലിപ്പൊടിക്ക് വേണ്ടി നമുക്ക് ചുവന്ന മുളക് ആദ്യം വറക്കാം. ഒരു 20 ചുവന്ന മുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി 1 കപ്പ് ഉഴുന്നാണ് ഇടുന്നത്. ഇത് നമുക്ക് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം വറക്കാൻ. നമ്മുടെ ഉഴുന്നും ആയിട്ടുണ്ട്. നമുക്ക് സെയിം പാത്രത്തിലേക്ക് തന്നെ കോരി മാറ്റാം. ഇനി ഇതുപോലൊരു കപ്പിന് 2 കപ്പ് കടലപ്പരിപ്പ് വറുത്തെടുക്കാം. പരിപ്പൊന്ന് നിറം മാറി വന്നപ്പം ഞാനതിലേക്ക് ചെറിയൊരു കപ്പ് പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വറക്കാം. ഒരു 1/4 കപ്പ് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ഇടാം. കായപ്പൊടി ഇട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. എന്നാൽ കോരി മാറ്റാം. സെയിം പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതുപോലൊരു കപ്പ് അരി ഇട്ട് വറക്കാം. അരി വറക്കുമ്പം ഏതരി വേണമെങ്കിലും എടുക്കാം. മട്ടയരിയോ പച്ചരിയോ വെള്ളരിയോ ഏതരി വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള അരി വറക്കാം. നമ്മുടെ അരിയും ഈ പരുവായിട്ട് നല്ല വറവായിട്ടുണ്ട്. നമുക്ക് സെയിം പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി കുറച്ച് കറിവേപ്പില ഇടാം. ഇച്ചിരി കൂടുതൽ കറിവേപ്പില വേണേ. അത് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരുന്ന കറിവേപ്പിലയാണ്. നമുക്കതും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എല്ലാം കൂടി വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് വറക്കാം. പക്ഷേ പലതിനും പല അളവിലാണല്ലോ. അപ്പോൾ ചിലത് കരിഞ്ഞൊക്കെ പോവും, മുളകൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് വേറെ വറക്കുന്നത്. നമ്മുടെ കറിവേപ്പിലയും വറുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, കറിവേപ്പില നമ്മൾ കയ്യിലെടുത്ത് ഇതുപോലെ പൊടിക്കുമ്പോൾ കണ്ടോ നന്നായിട്ട് പൊടിയുന്നുണ്ട്. ഇനി ഇതും കോരി മാറ്റാം. നമ്മുടെ ഇഡ്ഡലിപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള കൂട്ടുകളെല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ. നമ്മൾ മിക്സിയിൽ പൊടിക്കാൻ പാകത്തിന് തണുത്താൽ മതി. ഒത്തിരി തണുത്ത് പോകണ്ട. പൊടിക്കുന്ന സമയത്ത് നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് പൊടിക്കണം. ആ പൊടിക്കുമ്പോൾ ഓരോന്നിൻ്റെയും പാകത്തിന് ഉപ്പിട്ട് വേണം പൊടിക്കാൻ. ഇപ്പം നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ. നമ്മൾ പൊടിക്കുന്ന സമയത്ത് ഉപ്പിടണം. പൊടിക്കുമ്പോൾ ഒരു തരിയായിട്ട് വേണം പൊടിക്കാൻ. നമ്മൾ ഈ സാമ്പാർ പൊടിയൊക്കെ പൊടിക്കുന്ന പോലെ അത്രയും അങ്ങോട്ട് പൊടിയണ്ട. ഞാൻ പകുതി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ. നമ്മൾ കൈ കൊണ്ടിങ്ങനെ എടുക്കുമ്പോൾ ഒരു തരി ഉണ്ടാവണം. ഇത് കണ്ടോ, ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ ഒരു തരി ഉണ്ടാകണം. ബാക്കിയും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മുടെ ഇഡ്ഡലിപ്പൊടി മുഴുവനും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലൊരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. കാരണം നമ്മൾ പൊടിക്കുന്ന സമയത്തല്ലേ ഉപ്പിട്ടെ.
അപ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കണം, എന്നാലേ കൂട്ടെല്ലാം കൂടി എല്ലായിടത്തും ഒരുപോലെ ആവുകയുള്ളൂ. ഇത് ഇഡ്ഡലിയുടെയോ ദോശയുടെയോ ഒക്കെ കൂടത്തിൽ കഴിക്കാം. പിന്നെ ഇത് പൊടിച്ച് കഴിഞ്ഞ് ഒരു കുപ്പിയിൽ ഇട്ട് അടച്ച് വെച്ചാൽ മതി. കാറ്റൊന്നും നനവൊന്നും തട്ടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ചോറിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും കഴിക്കാം. നമ്മൾ ഇഡ്ഡലിയോ ദോശയൊക്കെ കഴിക്കുമ്പം ഇതുപോലെ ഒരു സ്പൂണിൽ ഒരല്പം ഇഡ്ഡലിപ്പൊടി എടുത്ത് അത് ഇഡ്ഡലി ദോശയൊക്കെ മുക്കി കഴിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഡവറയിൽ അല്പം എടുത്തിട്ട് ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചാലിച്ച് അങ്ങനെയും നമുക്ക് അതിൽ മുക്കി വേണമെങ്കിലും നമുക്ക് ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കാം. നമുക്ക് എങ്ങനെയാണോ കഴിക്കാൻ അങ്ങനെ അതുപോലെ കഴിക്കാം. എങ്ങനെ കഴിച്ചാലും നല്ല സ്വാദാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യണം. താങ്ക് യു.